ഇനി നമുക്ക് നമ്മൾ കറികളിലേക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന നല്ല ഫ്ലേവർ തരുന്ന ഗരം മസാല എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ വീട്ടിൽ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഗരം മസാല നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്കിതിലേക്ക് ഒരു 20 ഏലക്കയാണ് വേണ്ടത്. പിന്നെ ഇനി 20 ഏലക്ക എടുക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി ഗ്രാമ്പുമാണ് നമുക്കിതിലേക്ക് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് 40 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 100 ഗ്രാം ഗരം മസാലയുടെ അളവാണ് നമ്മളിവിടെ പറയുന്നത്. പിന്നെ ഇനി ഇതിൽ കൂടുതൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനാനുപാതികമായിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കൂട്ടിക്കൊടുത്താൽ മതി. പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു വലിയ പട്ടയാണ്. ഈ പട്ട ഞാൻ ഇതുപോലെ ഒന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് 8 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകമാണ് വേണ്ടത്. പിന്നെ ഞാനിവിടെ ഒരു 4 തക്കോലം എടുത്തിട്ടുണ്ട്. ഇതേ അളവിൽ തന്നെ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്ലേവർ തരുന്ന ഗരം മസാല നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതുപോലുള്ളൊരു ചട്ടി വെച്ച് ചൂടാക്കിയിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് വറുത്തെടുക്കാം. ആദ്യം നമുക്കിതിലേക്ക് പട്ട ഒന്നിട്ട് കൊടുക്കാം. പട്ട ഇത്തിരി കട്ടി കൂടിയതായതുകൊണ്ട് ആദ്യം തന്നെ ഇതൊന്ന് ചൂടാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കിതിലേക്ക് പട്ട ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം. 20 ഏലക്ക ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ചിട്ട് വറുത്തെടുക്കരുത്. പിന്നെ ഇനി ഇതിലേക്ക് 40 ഗ്രാമ്പു ഇട്ട് കൊടുക്കുക. ഒന്നങ്ങ് ചൂടാക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. 8 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 4 തക്കോലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് വറുത്തെടുത്താൽ മതി. ഇതൊന്ന് ജസ്റ്റ് ചൂടായി വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഇതിവിടെ ആവശ്യത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ തന്നെ ഇതൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് ഈ ചട്ടിയിൽ തന്നെ വെച്ചിരിക്കരുത്. അതല്ലെങ്കിൽ ഈ ചട്ടിയിൽ ഇരുന്നിട്ട് ഇതിൻ്റെ കളർ പെട്ടെന്ന് അങ്ങ് മാറിപ്പോവും. ഇനി നമുക്കിത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നല്ല ഫ്ലേവർ തരുന്ന ഗരം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ബീഫിലേക്കൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഗരം മസാലയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. താങ്ക്